Next, government audit. Government audit is the systematic and professional examination on financial, administrative, and other operations of a public entity, government company, and or a government program by government auditors. ഗവൺമെൻറ്റിൻ്റെ കമ്പനിയോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റോ അതല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലുമൊക്കെ കുറേ പദ്ധതികളൊക്കെ ഉണ്ടല്ലോ, ഓരോ യോജനയൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ, അത് അങ്ങനെ പിന്നെ എന്തെങ്കിലും പബ്ലിക് യൂട്ടിലിറ്റിയുടെ ഓപ്പറേഷൻസ്, അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ, ഈ ജില്ലാ പഞ്ചായത്തിൻ്റെയൊക്കെ ഓരോ ഓഡിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം വളരെ പ്രൊഫഷണലായിട്ട് സിസ്റ്റമാറ്റിക്കുമായിട്ട് ഗവൺമെൻറ് തന്നെ നിയമിക്കുന്ന ഓഡിറ്റേഴ്സിനെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് ഗവൺമെൻറ് ഓഡിറ്റ്. ഗവൺമെൻറ് ഓഡിറ്റ് മേ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു ഓഡിറ്റ് ഓഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്, ഓഡിറ്റ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആൻഡ് ഓഡിറ്റ് ഓഫ് ഗവൺമെൻറ് കമ്പനീസ്. മൂന്നായിട്ടാണ് ഗവൺമെൻറ് ഓഡിറ്റിനെ തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഓഡിറ്റ് ചെയ്യാം, രണ്ടാമത് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ്, അതുപോലെ തന്നെ ഗവൺമെൻറ് കമ്പനീസ്. അങ്ങനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഓഡിറ്റ് ഓഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. For the audit of government departments, a separate department known as Accounts and Audit Department, headed by the Comptroller and Auditor General (C&AG) of India, has been established as per Article 149 of the Constitution of India. ഇന്ത്യയുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 149 പറഞ്ഞിരിക്കുന്ന ഒരു ക്ലോസ് ഉണ്ട്. അതിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, CAG എന്നൊക്കെ നിങ്ങൾ എപ്പോഴും ടി വിയിലൊക്കെ കാണാറുണ്ട്, ഓരോ CAG റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അത് ഈ ഓഡിറ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു പദവിയാണ് ഈ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയുണ്ട്, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അവർ ചെയ്യുന്ന ഓഡിറ്റാണ് audit of government departments. Then audit of statutory corporations. Statutory corporations are those corporations which are set up by special acts of the legislature or parliament. Parliament എന്തെങ്കിലും നിയമം പാസ്സാക്കി അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് നിയമസഭയിലൊക്കെ ഒരു നിയമം കൊണ്ടുവന്ന് അത് വെച്ച് ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുടങ്ങുന്ന ഒരു കോർപ്പറേഷൻ, ഒരു പ്രസ്ഥാനങ്ങളൊക്കെയാണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഫോർ ദ ഓഡിറ്റ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ, ഇൻ മോസ്റ്റ് ഓഫ് ദ കേസസ് ദ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഈസ് റിക്വയർഡ് ടു ഓഡിറ്റ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഈ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ്റെ കാര്യത്തിലും ഈ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ് അദ്ദേഹത്തിൻ്റെ ബുക്ക് ഓഡിറ്റ് ചെയ്ത് കിട്ടേണ്ടത്. ബട്ട് ഇൻ സം കേസസ് ലൈക്ക് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, Industrial Financial Corporation, etc., the accounts are audited by professional chartered accountants. മിക്കവാറും ഈ പറഞ്ഞ എക്സാമ്പിൾസ് പറഞ്ഞിരിക്കുന്നത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനും അതുപോലെ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, ഇതൊക്കെ ഓഡിറ്റ് ചെയ്യുന്ന പ്രൊഫഷണൽ ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ തന്നെയാണ്. മറ്റുള്ള കോർപ്പറേഷൻസൊക്കെ ഈ പറഞ്ഞ പോലെ CAG ആണ് ഓഡിറ്റ് ചെയ്യുന്നത്. Then audit of government companies. According to section 619 and section 224 and to section 224 to section 233 of the Companies Act, auditor of a government company is to be appointed by the Company Law Board on the advice of the Comptroller and Auditor General of India. ഈ കമ്പനിയുടെ കേസിലൊക്കെ ഒരു ഗവൺമെൻറ് കമ്പനിയുടെ കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്ന ആക്ടിലൊക്കെ ഈ സെക്ഷനിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതായത് കമ്പനീസ് ആക്ടിൻ്റെ സെക്ഷൻ 619 224 to 233 വരെയുള്ള സെക്ഷനിലും പറഞ്ഞിരിക്കുന്നത് ഒരു ഗവൺമെൻറ് കമ്പനിയുടെ ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആ കമ്പനിയുടെ ലോ ബോർഡാണ്, എന്ന് വെച്ചാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. പക്ഷേ അത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലുടെ അഡ്വൈസോടും കൂടി ആണ് അങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. The auditor of a government company shall submit a copy of his audit report to the Comptroller and Auditor General. അങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഗവൺമെൻറ് കമ്പനിയുടെ ഓഡിറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നയാൾ അദ്ദേഹത്തിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടിന് ഒരു കോപ്പി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനൂടെ കൊടുക്കണം. കമ്പനി ലോ ബോർഡിന് മാത്രമല്ല CAG കൂടെ അതിൻ്റെ ഒരു കോപ്പി കൊടുത്തിരിക്കണം. Then objectives of government audit. To ensure that the expenditure is incurred out of the fund sanctioned by the competent authority. ഗവൺമെൻറ്റിൻ്റെ ഫണ്ടുകളൊക്കെ അത് ശരിയായ അതോറിറ്റി തന്നെ സാങ്ഷൻ ചെയ്തതാണോ എന്ന് ഉറപ്പുവരുത്താൻ, അത്
ആ ഫണ്ടൊക്കെ ശരിയായ അതോറിറ്റി തന്നെ സാങ്ഷൻ ചെയ്ത എക്സ്പെൻഡിച്ചറിൽ തന്നെയാണോ ഉപയോഗിച്ചിരിക്കുന്നതെന്നും ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഓഡിറ്റ് നടത്തുന്നത്. To verify that the expenditure of government department has been sanctioned in accordance with the rules and regulations of the department concerned. അത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അവരവരുടേതായ എക്സ്പെൻഡിച്ചർ ഉണ്ട്. ആ എക്സ്പെൻഡിച്ചറൊക്കെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സാങ്ഷൻ കൃത്യമായി കിട്ടിയതാണോ, അത് നിയമത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ അവർക്ക് സാങ്ഷൻ ചെയ്ത് കിട്ടിയതാണോ, ആ ഒരു പർപ്പസിന് വേണ്ടി മാത്രമേ ആ ഫണ്ടൊക്കെ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നും ഉറപ്പുവരുത്തുന്നതാണ് ഗവൺമെൻറ് ഓഡിറ്റ് ചെയ്യുന്നത്. To see whether the expenditure is not more than that the occasion demands. ആവശ്യത്തിൽ കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടോ ഗവൺമെൻറ് ഫണ്ട്, എത്രയാണോ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും ഒരു പദ്ധതിക്ക് ആവശ്യം അതിൽ കൂടുതൽ എക്സ്പെൻഡിച്ചർ ഉണ്ടായിട്ടുണ്ടോ, അതും ഈ ഗവൺമെൻറ് ഓഡിറ്റിൽ നോക്കുന്നുണ്ട്. Ensure that the payments have been made to the right person and they are duly entered in the books of accounts. ശരിയായ ആൾക്ക്, അതായത് അർഹതപ്പെട്ട ആൾക്കാണോ ആ പൈസ കൊടുത്തിരിക്കുന്നത്, അത് കൃത്യമായിട്ട് ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഈ ഗവൺമെൻറ് ഓഡിറ്റിൽ ചെക്ക് ചെയ്യുന്നുണ്ട്. To see that the payments have been properly classified as capital and revenue. അതുപോലെ തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടും റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടും തന്നെ കൃത്യമായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടോ, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടോ എന്നും ഗവൺമെൻറ് ഓഡിറ്റിൽ ചെക്ക് ചെയ്യും. To verify the existence and valuation of stores and the stock. സ്റ്റോറിലിരിക്കുന്ന, അതായത് പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി പോലുള്ള സ്റ്റോഴ്സും അതുപോലെ തന്നെ സ്റ്റോക്കും അതൊക്കെ കൃത്യമായിട്ട് വാല്യൂ ചെയ്തിട്ടുണ്ടോ, അതവിടെ ഉണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും മോഷണം കൊണ്ടുപോയോ എന്നൊക്കെ നോക്കുന്നതും ഈ ഗവൺമെൻറ് ഓഡിറ്റിൽ ചെയ്യുന്നുണ്ട്. To ensure that a proper system of stock taking has been adopted. ആവശ്യത്തിനനുസരിച്ചുള്ള സ്റ്റോക്ക് പർച്ചേസ് മാത്രമേ നടത്തുന്നുള്ളൂ, അതോ ഓരോരുത്തരുടെ കാലഘട്ടത്തിൽ എക്സസ് ആയിട്ട് സ്റ്റോക്ക് വാങ്ങിച്ച് അതിനകത്ത് കമ്മീഷനൊക്കെ കഴിക്കുന്നുണ്ടോ എന്നൊക്കെയാണ് ഗവൺമെൻറ് ഓഡിറ്റിൽ നോക്കുന്നത്. To see that the amount of allowances such as travelling allowances is permissible according to the rules. അതുപോലെ തന്നെ അലവൻസസ് ഒക്കെ കൊടുത്തേക്കുന്നത് അതിൻ്റെ എമൗണ്ട്, അതായത് ട്രാവലിംഗ് അലവൻസ് അതൊക്കെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന അത്രയും തന്നെ കൊടുത്തിട്ടുള്ളൂ, പെർമിറ്റ് ചെയ്തേക്കുന്ന അത്രയും തന്നെ കൊടുത്തിട്ടുള്ളൂ എന്നും ഗവൺമെൻറ് ഓഡിറ്റിൽ ചെക്ക് ചെയ്യുന്നുണ്ട്. അലവൻസ് ഒക്കെ അർഹതപ്പെട്ടത് മാത്രം, എക്സസ് ആയിട്ട് അലവൻസ് ഒന്നും എടുത്തിട്ടില്ല എന്നും ഈ ഗവൺമെൻറ് ഓഡിറ്റിൽ ചെക്ക് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, പ്രൊസീജിയേഴ്സ് ഓഫ് ഗവൺമെൻറ് ഓഡിറ്റ്. Ensuring fiscal accountability is a very significant aspect of government audit. The following are the procedures for auditing the different heads of accounts in government department. ഇത് ചിലപ്പോൾ ചോദിക്കാറുണ്ട്, അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, എങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. തീർത്തും ഒഴിവാക്കണമെന്നല്ല ഞാൻ പറയുന്നത്, ചിലപ്പം ചോദിക്കാം. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. അതായത് ഓഡിറ്റ് ഓഫ് റെസിപ്റ്റ്സ് ഓഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. റെസിപ്റ്റ്സ് ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. അതുകൊണ്ട് ഈ പോർഷൻ ഒന്ന് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിരിക്കുക. അത്രേ ഉള്ളൂ, അല്ലാതെ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് എൻ്റെ മനസ്സ് പറയുന്നില്ല, പിന്നെ നിങ്ങൾക്ക് ഭാഗ്യമുള്ളതുപോലെ ഇരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ, എക്സ്പെൻഡിച്ചർ ഓഡിറ്റ്. Audit of government expenditure is one of the major components of government audit. ഗവൺമെൻറ് ഓഡിറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് എക്സ്പെൻഡിച്ചർ ഓഡിറ്റ്, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. The basic standards set for audit of expenditure are to ensure that there is a provision of funds authorized by competent authority, fixing the limits within which expenditure can be incurred. എക്സ്പെൻഡിച്ചറിൻ്റെ അകത്ത് മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ് നോക്കുന്നത്. ഒന്ന്, എന്ത് കാര്യത്തിനാണോ ഫണ്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതിന് പ്രോപ്പർ സാങ്ഷൻ ഉണ്ടോ, സാങ്ഷൻ കിട്ടിയ കാര്യത്തിന് വേണ്ടി മാത്രമേ ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ളൂ, പിന്നെ എത്രമാത്രം ചിലവഴിക്കാം എന്ന് സാങ്ഷൻ കിട്ടിയിട്ടുണ്ട്, അതിനുള്ളിൽ തന്നെയാണോ ചിലവഴിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു പദ്ധതിക്ക് ഇപ്പോൾ 1 കോടി രൂപ അനുവദിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ പത്രത്തിൽ കാണാറുണ്ടോ, 1 കോടി കൂടുതലൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല, അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ഗവൺമെൻറ് ഓഡിറ്റിൽ നോക്കും. അതാണ് എക്സ്പെൻഡിച്ചറിൻ്റെ കാര്യത്തിൽ ഉള്ള ഓഡിറ്റ്. ഒന്ന്, പ്രോപ്പർ അതോറിറ്റിയുടെ സാങ്ഷൻ ഉണ്ടോ ഒരു എക്സ്പെൻഡിച്ചറിന് വേണ്ടി,
ഇപ്പോൾ ഒരിടത്തൊരു പാലം പണിയാനായിട്ട് അതിന് പ്രോപ്പർ സാങ്ഷൻ കിട്ടിയിട്ടുണ്ടോ, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സാങ്ഷൻ ഉണ്ടോ, അവരുടെ അനുമതി ഉണ്ടോ, ആ പാലം പണിയാനായിട്ട് എത്ര രൂപ അനുവദിച്ചിട്ടുണ്ട്, ആ എമൗണ്ടിനുള്ളിലാണോ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നിരിക്കുന്നത്, അതോ അതിൽ കൂടുതൽ ചിലവാക്കിയിട്ടുണ്ടോ എന്നാണ് നമ്മുടെ എക്സ്പെൻഡിച്ചർ ഓഡിറ്റിൽ നടത്തുന്നത്. രണ്ടാമത്തെ ഓഡിറ്റ് ഓഫ് റെസിപ്റ്റ്സ്. ഓഡിറ്റ് ഓഫ് റെസിപ്റ്റ്സ് are done for checking whether all revenues or other debts due to government have been correctly assessed, realized and credited to government accounts by designated authorities. എല്ലാ റവന്യൂ അതുപോലെ തന്നെ ഗവൺമെൻറ് കിട്ടാനുള്ള കടങ്ങളും അത് കറക്റ്റായിട്ട് അസസ് ചെയ്ത് കണക്കാക്കി അത് അവരിൽ നിന്ന് പിരിച്ചെടുത്ത് അത് ഗവൺമെൻറ്റിൻ്റെ കൃത്യമായ അക്കൗണ്ടിൽ തന്നെ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടോ, അതിനുവേണ്ടി നിയോഗിച്ചിട്ടുള്ള അതോറിറ്റീസ് തന്നെ അത് കൃത്യമായി ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ റെസിപ്റ്റിൻ്റെ കാര്യം ഓഡിറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തത് whether adequate regulations and procedures have been framed by the department agency concerned to secure an effective check on assessment and collection. ശരിയായ റെഗുലേഷൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, അതായത് നിയമവും അതുപോലെ തന്നെ അതിൻ്റെ നടപടിക്രമങ്ങളുമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ, ഫ്രെയിം ചെയ്തിട്ടുണ്ടോ, ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ടുണ്ടോ. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു റെസിപ്റ്റ് അത് ഒരാളുടെ കയ്യിൽ നിന്ന് അത് അസസ് ചെയ്ത് എത്രമാത്രം അയാളുടെ കയ്യിൽ നിന്ന് കിട്ടാനായിട്ടുണ്ട് എന്ന് അസസ് ചെയ്യാനായിട്ടും അത് കൃത്യമായി കളക്ട് ചെയ്യാനായിട്ടും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ബിൽഡിംഗ് ടാക്സ് ഒക്കെ ഒരു പാർട്ടി വലിയൊരു ബിൽഡിംഗ് ഒക്കെ പണിതു, പക്ഷെ ബിൽഡിംഗ് ടാക്സ് ഗവൺമെൻറ്റിലേക്ക് അടച്ചില്ല. അയാളിൽ നിന്ന് എത്ര രൂപ ബിൽഡിംഗ് ടാക്സ് ഈടാക്കണം എന്നും അത് ഈടാക്കിയോ അതല്ലെങ്കിൽ അത് കൃത്യമായി കളക്ട് ചെയ്തോ അതിന് വേണ്ട പ്രൊസീജിയേഴ്സും റെഗുലേഷൻസും ഒക്കെ ആ ഡിപ്പാർട്ട്മെൻറ്റ് ഫ്രെയിം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും ഓഡിറ്റ് ഓഫ് റെസിപ്റ്റ്സിനകത്ത് നോക്കുന്നുണ്ട്. whether such regulations and procedures are actually being carried out. ആ പറഞ്ഞ റെഗുലേഷൻസും പ്രൊസീജിയേഴ്സും ഒക്കെ ശരിയായ രീതിയിൽ നടപ്പാക്കിയിട്ടുണ്ടോ. whether adequate checks are imposed to ensure the prompt detection and investigation of irregularities, double refunds, etc. or other loss of revenue. അതുപോലെ തന്നെ എന്തെങ്കിലും ഇറഗുലാരിറ്റീസ് ഉണ്ടെങ്കിൽ, അതായത് ചില സസ്പീഷ്യസ് ട്രാൻസാക്ഷൻസ് ഒക്കെ നടന്നിട്ടുണ്ടോ, ഒരാൾക്ക് ഒരു റീഫണ്ട് കൊടുക്കുക, അത് 2 പ്രാവശ്യം റീഫണ്ട് ചെയ്തിട്ടുണ്ടോ, അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു തെറ്റായ എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടോ, അത് കൃത്യമായി കണ്ടുപിടിക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ടോ. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ റവന്യൂ, അവരുടെ വരുമാനം നഷ്ടമാകുന്ന കാര്യത്തിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ അന്വേഷണവും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ടോ എന്നും ഓഡിറ്റ് ഓഫ് റെസിപ്റ്റ്സിനകത്ത് ചെക്ക് ചെയ്യുന്നുണ്ട്. Then review of systems and procedures to see that the internal procedures adequately secure correct and regular accounting of demands, collection and refund, and to suggest improvement. Review of systems and procedures to see that internal procedures are adequately secure, correct. അതായത് ഇൻറ്റേർണൽ ആയിട്ടുള്ള, അതായത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിനുള്ളിൽ തന്നെയുള്ള ചില പ്രൊസീജിയേഴ്സ്, നടപടിക്രമങ്ങളൊക്കെ അത് എങ്ങനെ ആണ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചൊരു റിവ്യൂ, ഒരു അനാലിസിസ് അത് നടത്തുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ അത് ശരിയായ രീതിയിലാണോ പ്രവർത്തിക്കുന്നത്, അതുപോലെ തന്നെ ഡിമാൻഡും കളക്ഷനും റീഫണ്ടും ഇതൊക്കെ കൃത്യമായിട്ട് അക്കൗണ്ട് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ ഉറപ്പുവരുത്താൻ. ഇനി അഥവാ എന്തെങ്കിലും വീഴ്ചകളൊക്കെ വരുന്ന അതിന് വേണ്ട ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ പറഞ്ഞ ഓഡിറ്റ് ഓഫ് റെസിപ്റ്റ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Then audit of stores and stocks. Audit of accounts of stores and stock has been developed as a part of expenditure audit with reference to the duties and responsibilities entrusted to C&AG. Audit of accounts of stores and stock has been developed as a part of expenditure audit. Expenditure auditന്റെ ഭാഗമായിട്ട് തന്നെയാണ് സ്റ്റോഴ്സും സ്റ്റോക്കും ഒക്കെ ഓഡിറ്റ് ചെയ്യുന്നത്. Reference to the duties and responsibilities entrusted to C&AG. Controller and Auditor Generalന്റെ ഒരു ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റി ആയിട്ട് തന്നെയാണ് അത് ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്.
Audit is conducted to ascertain whether the regulations governing purchase, receipt and issue, custody, sale and stock taking of stores are well devised and properly carried out. അതുപോലെ തന്നെ ഓഡിറ്റിൽ ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ റെഗുലേഷൻസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ സ്റ്റോർ പർച്ചേസ് ചെയ്തത്, അതുപോലെ തന്നെ ആ പർച്ചേസ് ചെയ്ത സാധനം അത് അവരുടെ കൈവശം കിട്ടുമ്പോൾ റെസിപ്റ്റ് ചെയ്യുമ്പോൾ അതിന് വേണ്ട നടപടിക്രമങ്ങളൊക്കെ ശരിയായ രീതിയിൽ ചെയ്തിട്ടുണ്ടോ, ഇനി ആ സ്റ്റോഴ്സ് ആവശ്യമുള്ളപ്പം ഇഷ്യൂ ചെയ്യുമ്പോഴും ഈ പറഞ്ഞ പോലെ റെഗുലേഷൻസ് ഒക്കെ പാലിച്ചിട്ടുണ്ടോ, അത് കസ്റ്റഡി വെക്കുമ്പോഴും സെയിൽ നടത്തുമ്പോഴും സ്റ്റോക്ക് ടേക്കിങ്ങും ഒക്കെ നടക്കുമ്പോഴും ഈ പറഞ്ഞ നിയമം എല്ലാം കാര്യങ്ങൾ കൃത്യമായി ചെയ്തിട്ടാണോ അതെല്ലാം കൈകാര്യം ചെയ്യുന്നതെന്നുള്ളതാണ് ഓഡിറ്റ് ഓഫ് സ്റ്റോഴ്സിൽ ചെയ്യുന്നത്. The aim is also to bring to the notice of the government any deficiencies in quantities of stores held or any defect in the system of control. ഈ ഒരു ഓഡിറ്റിൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കുക, അവർക്കൊരു ശ്രദ്ധ കൊടുക്കുക, നോട്ടീസ് കൊടുക്കുക. ഈ സ്റ്റോഴ്സിൻ്റെ ക്വാണ്ടിറ്റിയിലൊക്കെ ചില കുറവുകൾ കാണുന്നുണ്ട്, അതുപോലെ തന്നെ ആ കൺട്രോൾ സിസ്റ്റത്തിലൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട്, അവിടെ ചില മാൽ പ്രാക്ടീസസ് ഒക്കെ നടത്തുന്നുണ്ട് എന്ന് ഗവൺമെൻറ്റിനെ അറിയിക്കുക എന്നുള്ളതാണ് ഓഡിറ്റ് ഓഫ് സ്റ്റോഴ്സ് ആൻഡ് സ്റ്റോക്കിൽ ചെയ്യുന്നത്. ദെൻ റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ഗവൺമെൻറ് ഓഡിറ്റ്, ഞാൻ ഇപ്പോൾ അത് എടുക്കുന്നില്ല, അത് നമുക്ക് പിന്നീട് ക്ലാസ് സമയം പോലെ എടുക്കാം. നെക്സ്റ്റ് ലാസ്റ്റ് സെക്ഷനിലേക്ക് വരുവാണ് പെർഫോമൻസ് ഓഡിറ്റ്. പെർഫോമൻസ് ഓഡിറ്റ് ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ ആൻഡ് evaluation of plans, procedures, policies, programs and operations formulated by the management. മാനേജ്മെൻറ്റ് കൊണ്ടുവരുന്ന ചില പ്ലാന്, പ്രൊസീജിയർ, പോളിസീസ്, പ്രോഗ്രാംസ്, ഓപ്പറേഷൻസ് ഇതെല്ലാം ശരിയായ രീതിയിൽ അതൊക്കെ എങ്ങനെയാണ് നടപ്പിലാക്കിയിരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് എക്സാമിനേഷനും അത് എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അതൊക്കെ ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ഇവാലുവേഷൻ അതാണ് പെർഫോമൻസ് ഓഡിറ്റ് ചെയ്യുന്നത്. ദിസ് ഈസ് ഡൺ ടു അസസ് വെദർ ദ ഓർഗനൈസേഷൻ ഈസ് അച്ചീവിങ് ഇക്കോണമി, എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ് ഇൻ ദ എംപ്ലോയ്മെൻറ്റ് ഓഫ് അവൈലബിൾ റിസോഴ്സസ്. ഈ പ്ലാനും പോളിസീസും പ്രൊസീജിയേഴ്സും പ്രോഗ്രാംസും ഒക്കെ കൊണ്ട് ഓർഗനൈസേഷൻ ലാഭത്തിലാണോ അല്ലെങ്കിൽ അത് നല്ല എഫിഷ്യൻ്റ് ആയിട്ടാണോ എഫക്റ്റീവായിട്ടാണോ പ്രവർത്തിക്കുന്നത് ഇതൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഈ പെർഫോമൻസ് ഓഡിറ്റ് ചെയ്യുന്നത്. അതിന് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകൾ കൃത്യമായിട്ടാണോ യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് പെർഫോമൻസ് ഓഡിറ്റ് ചെയ്യുന്നത്. ദെൻ സോഷ്യൽ ഓഡിറ്റ്. Social audit is related to social performance of an organization. It is a technique to understand, measure, verify, report on and to improve the social performance of an organization. ഒരു ഓർഗനൈസേഷന് സോഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ് എന്ന് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോഷ്യൽ ഓഡിറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ടെക്നിക് ടു അണ്ടർസ്റ്റാൻഡ്, മെഷർ, വെരിഫൈ, റിപ്പോർട്ട് ഓൺ ആൻഡ് ടു ഇംപ്രൂവ് ദ സോഷ്യൽ പെർഫോമൻസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ്റെ സോഷ്യൽ ആയിട്ടുള്ള പെർഫോമൻസിൽ അതിനെ ആദ്യം മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അത് എത്രമാത്രം എഫിഷ്യൻ്റ് ആണ് അല്ലെങ്കിൽ എഫക്റ്റീവാണ് അത് മെഷർ ചെയ്യുക, അതിന് വേണ്ടി വെരിഫൈ ചെയ്ത് അതിന് ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് സോഷ്യൽ ഓഡിറ്റ് ചെയ്യുന്നത്. ഹെൻസ് എ ബിസിനസ് എൻ്റർപ്രൈസ് ഹാസ് ടു ബി റെസ്പോൺസിബിൾ ഫോർ ദ വെൽഫെയർ ഓഫ് സൊസൈറ്റി ആൻഡ് ഈസ് അക്കൗണ്ടബിൾ ടു ദ പബ്ലിക് അറ്റ് ലാർജ്. അതുകൊണ്ട് തന്നെ ഒരു സൊസൈറ്റിയുടെ ക്ഷേമത്തിനായിട്ട് ഒരു എൻ്റർപ്രൈസിന് റെസ്പോൺസിബിളാണ്. അതുപോലെ തന്നെ അത് പൊതുസമൂഹത്തിനോടും അത് അക്കൗണ്ടബിളാണ്, അവരോടും ആൻസറബിളായിട്ട് വരുന്നുണ്ട്. Social audit refers to the evaluation or assessment of a company's performance against planned goals in the areas of social responsibility. Social audit refers to the evaluation or assessment of a company's performance against planned goals in the areas of social responsibility. സൊസൈറ്റിയോടുള്ള പ്രതിബദ്ധതയുടെ പേരിൽ ചില പ്ലാൻഡ് ഗോൾസ്, ചില ലക്ഷ്യങ്ങളൊക്കെ ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് കമ്പനിയുടെ പെർഫോമൻസ്
എത്രമാത്രം നല്ല രീതിയിലാണ് നടക്കുന്നതെന്നാണ് ഈ സോഷ്യൽ ഓഡിറ്റിൽ ചെയ്യുന്നത്. The assessment may be carried out by internal or external bodies for internal or external use. ആ അസസ്മെൻറ്റ് ഒന്നെങ്കിൽ ഇൻറ്റേർണൽ ആയിട്ടുള്ള ആളുകളായിരിക്കും നടത്തുന്നത്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ആളുകളായിരിക്കും. അത് ഇൻറ്റേർണൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ് ഈ സോഷ്യൽ ഓഡിറ്റ് നടത്തുന്നത്. ഇത്രയാണ് ഈ ഇൻട്രൊഡക്ഷൻ എന്നുള്ള ചാപ്റ്ററിൽ ഓഡിറ്റിങ്ങിൻ്റെ മെയിൻ പോർഷൻസ് വരുന്നത്. ക്വസ്റ്റ്യൻസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ അത്യാവശ്യമായിട്ട് പഠിച്ച് എക്സാം അടുത്തിരിക്കുന്നു. അപ്പം അത്യാവശ്യമായിട്ട് പഠിച്ചു വെക്കേണ്ടത് ഈ ടെക്സ്റ്റിന് പുറകിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതിനുശേഷം ബാക്കിയൊക്കെ പഠിച്ചാൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എങ്കിൽ പോലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഉള്ളിൽ നിന്ന് ചോദിക്കുമോ, ഇൻഡെപ്തായിട്ട് ചോദിക്കുമോ എന്നുള്ളത്. അതുകൊണ്ട് ഫസ്റ്റ് നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കുന്നത് ഈ ക്വസ്റ്റ്യൻസിനായിരിക്കണം. അതിനുശേഷം മറ്റുള്ളതും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി ഞാൻ മൊഡ്യൂൾ 4 ആണ് എടുക്കുന്നത്. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഓഡിറ്റ് എങ്ങനെയാണ് നടത്തുന്നത്. അത് നിങ്ങൾക്ക് ഗ്യാസ് അടിക്കാൻ പറ്റുന്നൊരു ചാപ്റ്ററൊന്നുമല്ല. അതിനകത്ത് കമ്പനീസ് ആക്റ്റിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിനകത്ത് ആ ആക്റ്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ എഴുതിയെങ്കിലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇനി അടുത്തത് എടുക്കുന്നത് മൊഡ്യൂൾ 4 ആണ്, ഓഡിറ്റ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്. ഓക്കെ.